ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾക്ക് 4 മണിക്ക് നമ്മുടെ ബ്രൈഡിന്റെ ലൊക്കേഷനിൽ എത്തണം. 4 മണിക്ക് എന്തിട്ട് ബ്ലോക്ക് എന്ന് നോക്കുമ്പോൾ എൻ്റെ KSRTC ചേട്ടന്മാരെ നിങ്ങളെ കൊണ്ട് തോറ്റിട്ട് റോങ് സൈഡ് കയറി വന്ന് നമുക്ക് പണി തരാനായിട്ട് നേരെ പോയി കഴിഞ്ഞാൽ 2 മിനിറ്റിൽ എത്തേണ്ട സ്ഥലത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്ത കാരണം കറങ്ങി തിരിഞ്ഞ് അവസാനം അരമണിക്കൂർ നമ്മൾ ലേറ്റ് ആയിട്ടാ. 4 മണിക്ക് എത്തേണ്ട ഞാൻ 4:30 ആയപ്പോഴാണ് ബ്രൈഡിന്റെ ലൊക്കേഷനിൽ എത്തിയത്. നല്ല രസമില്ല ഉള്ള കണ്ണും ചിരിയൊക്കെ കാണാനായിട്ട് ഞാൻ അവളോട് പറയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇതിന്റെ കണ്ണും ചിരിയൊക്കെ കാണാൻ എന്നുള്ളത്. പിന്നെ എന്തായി മേക്കപ്പും കൂടെ ആയപ്പോ പിന്നെ പറയണ്ടല്ലോ. മേക്കപ്പ് തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഓൺ ടൈം നമ്മൾ ബ്രൈഡിനെ റെഡിയാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാം. ഞാൻ റെസ്റ്റ് എടുത്ത നേരം കൊണ്ട് മെച്ച വേഗം എനിക്ക് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് തന്നു കേട്ടോ. എന്നിട്ട് എന്റെ തലയിലിരിക്കണത് ഇത് മിക്കപ്പോഴും എനിക്ക് പറയണ അബദ്ധമാണ് കേട്ടോ. ഈ സാധനം തലയിൽ വെച്ചുകൊണ്ട് ഞാൻ ബ്രൈഡിന്റെ അവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരെ പോയിട്ടുണ്ട്. അത് പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ബ്രൈഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മി കീർത്തനെയാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ്, നെക്സ്റ്റ് ബ്രൈഡ്. ആളുടെ സംഗീത ലുക്കാണ് ഇന്ന്. അപ്പൊ അതിന് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ ആളുടെ കോസ്റ്റ്യൂമിന് ചേർന്ന പോലെ ഐ ഷെയ്ഡും ലിപ് ഷെയ്ഡും ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ഹെയർ സ്റ്റൈൽ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കത്തിയടിച്ച് നിൽക്കാൻ നേരമില്ല, നമുക്ക് അടുത്ത സ്ഥലത്ത് പോകണം. പക്ഷെ അവിടെ എനിക്ക് റെസ്റ്റ് ആവാട്ടോ, കാരണം അവിടെ നമ്മുടെ മെജുവാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട്. അപ്പോൾ ഗ്രൂം മേക്കപ്പ് ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, ജോമോ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ നമ്മൾ ആ ജോമോ ഗ്രൂം മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുന്ന് വേഗം യൂബർ വിളിച്ച് എൻ്റെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. കാരണം നമ്മുടെ അപർണ ഞാറക്കൽ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, നമ്മുടെ മോർണിംഗിൻ്റെ ബ്രൈഡില്ലേ. അപ്പോൾ ആളെ വേഗം റെഡിയാക്കി കഴിയാനായപ്പോഴേക്കും എൻ്റെ കെട്ടിയോനെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റിലെ കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്തെങ്കിലും പോയിട്ടൊന്ന് ഫുഡ് അടിക്കട്ടെ കേട്ടോ, കാരണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.